അലൈക്കും. വെൽക്കം ബാക്ക് ടു സ്റ്റോറീസ് ഓഫ് ബാത്തി. ഒരു ദിവസം ഞാൻ എന്തൊക്കെയാണ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്, അതിന് ഞാൻ എങ്ങനെയാണ് സമയം കണ്ടെത്തുന്നത് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. ആ പ്രൊഡക്റ്റീവ് ഡേ ഇൻ മൈ ലൈഫാണ് ഇന്നത്തെ വ്ളോഗ്. ഭൂരിഭാഗം പേരുടെയും ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ചായ കുടിച്ചുകൊണ്ടായിരിക്കും അല്ലേ. പാക്കറ്റ് പാൽ ഉപയോഗിക്കുന്ന മിക്കവരും ഈ ഒരു ഭാഗം കട്ട് ചെയ്താൽ കളയുകയാണ് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണത്. കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഭാഗം മാത്രമായിട്ട് റീസൈക്കിൾ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ പാൽ പാക്കറ്റ് മാത്രമല്ല, ഇതുപോലുള്ള എന്ത് കവറുകളായാലും കട്ട് ചെയ്യുമ്പോൾ ആ ഒരു ചെറിയ ഭാഗം ആ കവറിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. രാവിലത്തെ ഈ സമയം ഞാൻ എനിക്ക് വേണ്ടി തന്നെ മാറ്റി വയ്ക്കാറുള്ളതാണ്. ചായ കുടിക്കാനും അതോടൊപ്പം പത്രം വായിക്കാനുമൊക്കെ ഞാൻ തന്നെ കണ്ടെത്തുന്ന ഒരു സമയമാണ്. ഇന്ന് രാവിലെ എൻ്റെ പത്രം വായന നടന്നില്ല. കാരണം ഈ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന ഈ സൗണ്ട് തന്നെയാണ്. എൻ്റെ മോള് എന്നോടൊപ്പം എണീറ്റിട്ടുണ്ടായിരുന്നു. തനിക്ക് വലിച്ചേറി കളയാനുള്ള എന്തോ ഒരു സാധനമാണ് ഈ പേപ്പർ എന്നാണ് അവൾ വിചാരിച്ചിരിക്കുന്നത്. ഇന്ന് കാര്യമായ കുക്കിംഗ് ഒന്നുമില്ല, യൂഷ്വൽ ക്ലീനിങ് മാത്രമേ ഉള്ളൂ. കാരണം നമ്മളിന്ന് ലഞ്ച് പുറത്തുനിന്ന് ആക്കാം എന്നാണ് വിചാരിച്ചത്. ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നൊരു കാര്യമായിരുന്നു മീ ടൈം എന്ന് പറയുന്നത്. നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ തന്നെ മാറ്റി വയ്ക്കുന്നൊരു സമയത്താണ് ഈ മീ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അതെങ്ങനെയാണ് കണ്ടെത്തുന്നതെന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. എൻ്റെ ഖുർആൻ്റെ ഒരു ഭാഗം കീറിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഒട്ടിക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇത് ശരിക്കും ഇന്നോ ഇന്നലെയോ ഒന്നും കീറിയതല്ല, ഒരു 3-4 ദിവസം മുന്നേ ഇത് കീറിപ്പോയതാണ്. ഉള്ള സമയത്ത് ഇത് ഒട്ടിക്കുന്ന കാര്യം ഞാൻ മറന്നു പോകുന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇന്ന് ഓർമ്മയോടെ അതങ്ങ് ചെയ്യാമെന്ന് കരുതി. ഈ ടേപ്പിൻ്റെ അറ്റം കണ്ടുപിടിക്കുന്നത് കുറച്ച് ടാസ്ക്കാണല്ലേ. അങ്ങനെ ആ അറ്റം കണ്ടുപിടിച്ച് ഇത് ഒട്ടിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കൊരു ചെറിയ പണി കിട്ടി. പേജിൻ്റെ കീറാത്ത വശത്ത് അറിയാതെ ആ ടേപ്പൊന്ന് ഒട്ടിപ്പോയി. എൻ്റെ ബുദ്ധിമോശത്തിന് ഞാനത് വലിച്ചെടുക്കുകയും ചെയ്തു. ടേപ്പിനോടൊപ്പം പേജിൻ്റെ കുറച്ച് ഭാഗങ്ങളും കൂടി ഇളകി വന്നു. പേപ്പർ കീറാതെ ടേപ്പ് ഇളക്കി എടുക്കാനുള്ള പല ഹാക്കുകളും കണ്ടിട്ടുണ്ട്. പക്ഷേ ആവശ്യമുള്ള സമയത്ത് ഈ ഹാക്കൊന്നും നമ്മുടെ തലയിൽ വരുന്നില്ലെന്നാണ് തോന്നുന്നത്. എന്തായാലും കുറച്ച് നേരത്തെ ആലോചനയ്ക്ക് ശേഷം ഞാൻ ആ ടേപ്പ് യഥാസ്ഥാനത്ത് തന്നെ ഒട്ടിച്ചു വെച്ചു. സത്യത്തിൽ ഈ പേപ്പർ തനിയെ കീറിയതൊന്നുമല്ല, എൻ്റെ മോള് കീറിയെടുത്തതാണ്. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ മോൾക്ക് ഈ പേപ്പറൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് വലിച്ച് കീറിയെടുക്കാൻ തോന്നും. പക്ഷേ ഖുർആനിൽ ഇതുവരെ അവൾ അങ്ങനെ കൈവച്ചിട്ടില്ല. അവൾക്ക് ഇഷ്ടമാണ് ഖുർആൻ ഓതുന്നത് കേൾക്കാനൊക്കെ. അപ്പോൾ ഞാൻ ഓതുന്ന സമയത്ത് അവളെ മടിയിലെടുത്ത് വെച്ചുകൊണ്ടിരിക്കാറുണ്ട്. അവൾ പേപ്പറിലൊക്കെ വെറുതെ തൊട്ട് നോക്കാറേ ഉള്ളൂ. അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് അവൾ ഈ പേപ്പറിൽ കയറി പിടിച്ചത്. എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതിന് മുമ്പ് തന്നെ അവൾ ഈ ഒരു ഭാഗം കീറി അവളുടെ കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് സൈന എന്നാണ് അവളുടെ പേര്. അപ്പോൾ അവളുടെ വാപ്പ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് ഈ ഖുർആൻ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാനൊരു 9ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ പഠിക്കുന്ന സമയത്താണ് അവളിതെനിക്ക് കൊണ്ടുതരുന്നത്. അന്ന് തൊട്ട് ഈ വീഡിയോ എടുക്കുന്ന ദിവസം വരെ ഞാൻ ഇതിലാണ് ഓതിയിരുന്നത്. ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇതിലൊരു കീറലുണ്ടാവുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വിഷമം എനിക്കുണ്ടായിട്ടുണ്ട്. ഓതാൻ കഴിയാത്ത രീതിയിൽ കീറിപ്പോയ ഒരുപാട് ഖുർആനുകൾ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അതെന്താണ് ചെയ്യേണ്ടതെന്ന് ശരിക്കും അറിയില്ല. ചിലർ പറഞ്ഞു അത് കടലിൽ ഒഴുക്കി കളയണമെന്ന്, വേറെ ചിലർ പറഞ്ഞു അത് കത്തിച്ചിട്ട് അതിൻ്റെ ചാരം മനുഷ്യർ മറികടക്കാത്ത സ്ഥലത്ത് കുഴിച്ചിടണമെന്ന്. ശരിക്കും ഇതെന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഓതാത്ത ഖുർആനുകൾ വീട്ടിൽ സൂക്ഷിക്കാൻ പാടില്ല എന്നും കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിവുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. എന്നും ഒരേ തരത്തിലുള്ള ആഹാരം കഴിക്കുമ്പോൾ നമുക്ക് മടുപ്പ് വരുന്നത് പോലെ തന്നെയാണ് നമ്മുടെ വീടും. അപ്പോൾ നമുക്ക് വീട്ടിൽ എന്തെങ്കിലും റീഅറേഞ്ച്മെൻറ്റ്സോ ചെറിയ അഡിഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡെക്കോറോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഇന്ന് ഞാനൊരു ചെറിയ ഗ്ലാസ് ജാറിൽ അല്പം വെള്ളം നിറച്ചിട്ട് കുറേ പൂക്കളെടുത്ത് അതിൻ്റെ പെറ്റൽസ് ഇളക്കി ആ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ ചെയ്തത്. പക്ഷേ നമ്മുടെ മനസ്സിന് ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണത്. ചിലപ്പോൾ നാരങ്ങ മുറിച്ചതും ഇതുപോലെ ഇട്ട് വെക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ അടുക്കളയിലായാലും റൂമിലായാലും ഒരു ഫ്രഷ്നെസ്സും നല്ല സ്മെല്ലും ഒക്കെ ഉണ്ടാവും. ആ ഗ്ലാസ് ജാറിൻ്റെ വീഡിയോ ഞാൻ എടുത്തു എന്നാണ് കരുതിയത്. പക്ഷേ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് അത് റെക്കോർഡ് ആയിട്ടില്ല എന്ന് മനസ്സിലായത്. അപ്പോൾ ഇതുപോലെ പൂക്കളോ അല്ലെങ്കിൽ മണി പ്ലാന്റ് പോലെയുള്ള ചെടികളോ വീടിനകത്ത് നമുക്ക് കൊണ്ടുവയ്ക്കാവുന്നതാണ്. അതുമല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ സ്ഥാനം മാറ്റിയൊക്കെ അറേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമുക്ക് തന്നെ ഒരു പുതുമ തോന്നും. ഇവിടെ ഞങ്ങളെ വീട്ടിൽ ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന ദിവസങ്ങളിൽ ഇതുപോലെ റീഅറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നടത്താറുണ്ട്. അങ്ങനെയുള്ള ദിവസങ്ങളിൽ നമ്മൾ വീട്ടിൽ എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ക്ലീനിങ് ഒക്കെ ചെയ്യാറുള്ളത്. രണ്ടാമത്തെ കാര്യം മീ ടൈം കണ്ടെത്തുക എന്നുള്ളതാണ്, പ്രത്യേകിച്ച് വീട്ടമ്മമാർ. ഒരു മോളായതിനു ശേഷമാണ് എനിക്കിതിനു മുമ്പ് ഒരുപാട് സമയം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരുപാട് സമയം കണ്ടെത്താമെന്ന് എനിക്ക് മനസ്സിലായത്. എൻ്റെ ഒരു കസിൻ പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ അവളോടും പ്രഗ്നൻ്റ് ആയിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സിനോടും ഒക്കെ ഞാൻ പറയുന്നൊരു കാര്യമാണ് കിട്ടുന്ന സമയത്തൊക്കെ ഉറങ്ങുക, റെസ്റ്റ് എടുക്കുക, അല്ലെങ്കിൽ ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുക, മാക്സിമം എൻജോയ് ചെയ്യുക എന്ന്. നമുക്ക് ഒരുപാട് അസ്വസ്ഥതകളൊക്കെ വരുന്നൊരു സമയമാണ് ഈ പ്രഗ്നൻസി എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും ശരി, ഒരമ്മയുടെ ലൈഫിൽ ഏറ്റവും സുഖമുള്ള അല്ലെങ്കിൽ ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സമയമാണ് ഈ പ്രഗ്നൻസി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പറഞ്ഞു വന്നത് ഞാൻ എങ്ങനെയാണ് ഒരു എക്സ്ട്രാ ടൈം എനിക്ക് വേണ്ടി മാറ്റിവെക്കുന്നത് എന്നാണ്.
കുറച്ച് നാൾ മുന്നേ വരെ അടുക്കള ജോലികളൊക്കെ കഴിഞ്ഞ് വീടെല്ലാം വൃത്തിയാക്കി തുണിയൊക്കെ കഴുകിയിട്ട് പിന്നെ കുട്ടിയുടെ കാര്യങ്ങൾ നോക്കി അവളെ ഉറക്കിയതിന് ശേഷമാണ് ഞാൻ കുളിക്കാനൊക്കെ പോയിരുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒരു 2 മണിയോട് അടുക്കാറുണ്ട്. പിന്നെ നമസ്കാരവും കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ അടുത്ത നമസ്കാരത്തിനുള്ള സമയവും അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഓടി പോകാറാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ശീലങ്ങളിൽ ഞാൻ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് തുണി കഴുകുന്നത്. അപ്പോൾ തുണി കഴുകുന്ന ദിവസങ്ങളിലാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് തുണിയലക്കും കഴിഞ്ഞ് ഞാൻ നേരെ കുളിക്കാൻ പോകും. കുളി കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് പിന്നീട് ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ബാങ്ക് കൊടുത്ത ഉടനെ തന്നെ എനിക്ക് നമസ്കരിക്കാൻ കഴിയുന്നുണ്ട്. മാത്രവുമല്ല കുറച്ചധികം സമയം എനിക്ക് പഠിക്കാനും പറ്റുന്നുണ്ട്. സ്കൂളിൽ പോകുന്ന മക്കളൊക്കെ ഉള്ള അമ്മമാരാണെങ്കിൽ നേരത്തെ ജോലികളൊക്കെ തീർത്ത് കുറച്ചധികം സമയം അവർക്ക് ഫ്രീ ആവാനായിട്ട് കിട്ടാറുണ്ട്. എൻ്റെ കാര്യത്തിൽ അങ്ങനെ സ്കൂളിൽ വിടാൻ കുട്ടികളില്ലാത്തത് കൊണ്ടും നിലവിൽ ഞാൻ ജോലിയൊന്നും ചെയ്യാത്തത് കൊണ്ടും ഒരുപാട് നേരത്തെ അടുക്കളയിൽ കയറേണ്ട ആവശ്യമില്ല. എങ്കിലും ഇപ്പോൾ അരമണിക്കൂറോ 1 മണിക്കൂറോ മുന്നേ അടുക്കള ജോലികൾ ചെയ്യാനായിട്ട് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. പിന്നീട് ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ് മനസ്സിൽ തോന്നുന്നത് കുറിച്ചിടുക എന്നുള്ളത്. അത് മാത്രമല്ല എന്തെങ്കിലും മറക്കാനാവാത്ത കാര്യങ്ങൾ, മറക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ എഴുതി വെക്കുക എന്നുള്ളത്. ഒരു ഡയറി വേണമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഉമ്മ തപ്പിപ്പിടിച്ച് എടുത്തു തന്നതാണ് ഈ ഡയറി. പക്ഷേ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള നമ്പറുകളും മറ്റ് ഡീറ്റെയിൽസും ഒക്കെ ആയിട്ട് ഈ ഡയറിയുടെ പകുതിയോളം ഭാഗം ഇങ്ങനെ പോയിരിക്കുകയാണ്. മാത്രവുമല്ല ഇതിൻ്റെ പേജുകൾ ഇങ്ങനെ 2ആയിട്ട് പാർട്ടീഷൻ ചെയ്തിരിക്കുകയായിരുന്നു. എനിക്ക് ഈ ഒരു പേജ് ഫുള്ളായിട്ട് വേണമായിരുന്നു. അപ്പം ഞാൻ കരുതി ഇനി ഓൺലൈനിൽ നിന്നൊരു ജേർണൽ ബുക്ക് ചെയ്യാമെന്ന്. ഹസ്ബൻഡ് പറഞ്ഞു ഈ ഡയറി നമുക്ക് വീട്ടിലെ കണക്കുകളൊക്കെ എഴുതാനായിട്ട് ഉപയോഗിക്കാമെന്ന്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. നമ്മുടെ 1 മാസത്തെ വരവ് ചെലവ് കണക്കുകൾ നമ്മൾ എഴുതി വെക്കണം. നമ്മൾ ചിലവാക്കുന്നതാവട്ടെ അല്ലെങ്കിൽ വീട്ടിലേക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങുവാണെങ്കിൽ അതിൻ്റെ ലിസ്റ്റും നമ്മൾ എഴുതി വെക്കണം. ചിലവാക്കുന്ന 5 or 10 രൂപയാണെങ്കിലും ഡയറിയിൽ എഴുതി വെക്കണം. നമ്മൾ ചിലവാക്കുന്ന പൈസയുടെ കണക്ക് നമ്മുടെ മനസ്സിലുണ്ടാവുമെന്ന് പറയും. പക്ഷേ അങ്ങനെയല്ല. നമ്മളിങ്ങനെ എഴുതി വെച്ചിട്ട് അത് മാസത്തിൻ്റെ അവസാനമാകുമ്പോൾ എവിടെയൊക്കെയാണ് അധിക ചിലവുകൾ വന്നത്, എത്ര രൂപ നമുക്ക് സേവ് ചെയ്യാമായിരുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. തുടർച്ചയായി 2-3 മാസം ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് വളരെ നല്ലൊരു കാര്യമാണെന്ന്. പിന്നീട് നമ്മൾ എഴുതി വെക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങളൊക്കെ. വെറുതെ എഴുതി വെച്ചാൽ മാത്രം പോരാ, അത് നമ്മൾ ഡെയിലി എടുത്ത് വായിക്കുകയും വേണം. കേൾക്കുമ്പോൾ തമാശയായിട്ട് തോന്നാമെങ്കിലും നമ്മൾ ഈ സ്വപ്നങ്ങൾ രാവിലെ എണീക്കുമ്പോഴോ അല്ലെങ്കിൽ രാത്രി ഉറക്കത്തിലേക്ക് പോകുന്നതിന് മുമ്പോ ഇത് വായിച്ചിട്ട് കിടക്കുക. സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ നമ്മളെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണിത്. നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ. അങ്ങനെ ഡയറി എഴുതാനൊക്കെ തുടങ്ങിയ സമയത്ത് ഇനി ഡയറി എഴുതണം എന്ന് പറഞ്ഞ് വാപ്പയെ കൊണ്ട് വാങ്ങിപ്പിച്ചതാണ് ഈ ഡയറി. 2013 ഞാൻ ഈ ഡയറി വാങ്ങിച്ചത്. 2027 ഇതിൽ എഴുതിയിരിക്കുന്നത് എന്തിനാണെന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല. ആദ്യമായിട്ട് സ്വന്തമായൊരു ഡയറി ആയതുകൊണ്ടാണ് ഞാനതിപ്പോഴും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ഈ ഒരു സ്റ്റിക്കർ ഞാൻ എൻ്റെ ക്ലാസ്സിലെ ഒരു കൂട്ടുകാരിയുടെ നിന്ന് സെൻറ്റ് അടിച്ച് വാങ്ങിച്ചതാണ് കേട്ടോ. ഡെയിലി ഡയറി എഴുതാനൊന്നും കിട്ടാത്തതുകൊണ്ടായിരിക്കണം കുറച്ച് പേജുകളെ ഞാൻ ആ വർഷം എഴുതിയിട്ടുള്ളൂ. പിന്നെ 2014 ഞാനൊരു സ്റ്റിക്കർ ഒട്ടിച്ച് അവിടെയും കുറച്ച് ഡയറി എഴുതിയിട്ടുണ്ട്. ഈ പേജൊക്കെ ഞാൻ കീറി കളഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കാരണം ഞാൻ പറയാം. ഒരു ദിവസം എൻ്റെ ഉമ്മ ഈ ഡയറി വായിച്ച് ചിരിക്കുന്നത് ഞാൻ കണ്ടു. അങ്ങനെ ഇനിയിപ്പോൾ ആരും ഈ ഡയറി വായിച്ച് ചിരിക്കണ്ടെന്ന് കരുതി ഞാൻ തന്നെ കീറിക്കളഞ്ഞതാണ്. ഇപ്പോൾ അത് ആലോചിക്കുമ്പോൾ അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. പിന്നെ കുറച്ച് കവിതകളൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഒരു വനിതാ കോളേജിലാണ് ഞാൻ ഡിഗ്രി ചെയ്തത്. അങ്ങനെ ഒരു വനിതാ ദിനത്തിൽ മലയാള മനോരമ ഒരു ഇൻ്റർവ്യൂ ചെയ്തതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു പേപ്പർ കട്ടിംഗ് ആണ്. അത് ഞാനിത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ കാര്യങ്ങൾ ഞാൻ ഈ ഡയറിയിൽ കുറിച്ചിട്ടിട്ടുണ്ടായിരുന്നു. എപ്പോഴെങ്കിലും ഞാൻ തന്നെ അത് കീറി കളഞ്ഞിട്ടും ഉണ്ടാവണം. പിന്നീട് ഞങ്ങൾ പുറത്തു പോയിരുന്നു ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട്. മിക്കവരെയും പോലെ ഞങ്ങൾക്കും ഇപ്പോൾ മന്തി കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം. ഞങ്ങളുടെ എല്ലാം കറണ്ട് ഫേവററ്റ് മന്തി ഷോപ്പാണ് മന്തി മൻസ്. ട്രിവാൻഡ്രം കഴക്കൂട്ടത്താണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. കൊല്ലം മേവറത്തും ഇതിൻ്റെ ഒരു ബ്രാഞ്ചുണ്ട്. ഞങ്ങൾ അവിടുത്തെ മന്തിയും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കിവിടെ ഇഷ്ടമുള്ള കാര്യങ്ങളിലൊന്നാണ് ആവശ്യത്തിലധികം കിട്ടുന്ന ഈ മയണൈസ്. പിന്നീട് ഞാൻ ഡെയിലി ചെയ്യുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥന.
ഇസ്ലാം മത വിശ്വാസി ആയതുകൊണ്ടാണ് ഞാൻ നമസ്കാരവും ഖുർആൻ പാരായണമൊക്കെ കാണിക്കുന്നത്. നിങ്ങൾ ഏത് മതത്തിലാണോ വിശ്വസിക്കുന്നത് ആ മതഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യാവുന്നതാണ്. ഇനി ദൈവത്തിലൊന്നും വിശ്വസിക്കാത്തവരാണെങ്കിൽ കുറച്ച് സമയം ധ്യാനിക്കാനോ അങ്ങനെയൊക്കെ നമുക്ക് ചെലവഴിക്കാവുന്നതാണ്. മെഡിറ്റേഷൻ കൊണ്ടുള്ള ഗുണത്തിൻ്റെ കാര്യം പറയേണ്ടതില്ലല്ലോ. ഞാൻ ചെയ്യാറുള്ളതിൽ ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട് എനിക്ക് തോന്നുന്നത് പഠിക്കുന്നതാണ്. കുറച്ച് സമയം കൂടുതൽ പഠിക്കാൻ കിട്ടുന്നുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. 1 മണിക്കൂറിൽ കൂടുതൽ ഞാൻ പഠിക്കാനായിട്ട് മാറ്റിവെക്കാറുണ്ട് ഇപ്പോൾ. ഇതിനു മുന്നേ എൻ്റെ സമയവും മൂഡും ഒക്കെ അനുസരിച്ചിട്ടായിരുന്നു ഞാൻ പഠിക്കാനിരിക്കുന്നത്. കുറച്ച് ശീലങ്ങൾ ഞാൻ മാറ്റം വരുത്തിയെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് ഇപ്പം ഞാൻ ഡെയിലി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. 2-3 വർഷം മുന്നുള്ള റാങ്ക് ഫയൽസ് വെച്ചിട്ടാണ് ഞാൻ പഠിക്കുന്നത്. ആ സമയത്ത് ഞാൻ PSC കോച്ചിങ്ങിന് പോകുന്നുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഞാൻ പഠിക്കുന്നത് സയൻസ് ആൻഡ് ടെക്നോളജിയാണ്. ബഹിരാകാശവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇന്ന് പഠിച്ചത്. പ്രഗ്നൻസി സമയത്ത് ഒരുപാട് സമയം കിട്ടിയിരുന്നു എന്ന് പിന്നീട് മനസ്സിലായതുപോലെ ഇപ്പോൾ കിട്ടുന്ന സമയത്ത് കുറച്ചെങ്കിലും പഠിച്ചാൽ മതിയായിരുന്നു എന്ന് നാളെ ഒരു സമയത്ത് റിഗ്രറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഡെയിലി പഠിക്കാറുണ്ട്. ഏത് ടോപ്പിക് എടുത്താലും എല്ലാ ദിവസവും ഞാൻ പഠിക്കുന്നൊരു വിഷയമാണ് മാത്സ്. കൂട്ടത്തിൽ PSCയുടെ മാത്സ് കുറച്ച് എളുപ്പമാണെങ്കിലും കുറച്ച് നാൾ ആ ഏരിയയിലേക്ക് പോയില്ലെങ്കിൽ ആദ്യം തൊട്ട് വീണ്ടും തുടങ്ങേണ്ടി വരും. എൻ്റെ നാളേക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾക്ക് നാളെ എന്താണോ ആവശ്യമെന്ന് മനസ്സിലാക്കി അതിലാണ് നിങ്ങളിപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത്. എന്തെങ്കിലും സ്കില്ലുകൾ പഠിക്കുകയോ അല്ലെങ്കിൽ പുതിയ അറിവുകൾ ഉണ്ടാക്കുകയോ അങ്ങനെ നമുക്ക് എന്താണോ ആവശ്യമെന്ന് നമ്മളാണ് ആദ്യം അറിയേണ്ടത്. പിന്നീട് ഞാൻ ചെയ്യാറുള്ള കാര്യം എന്തെങ്കിലും പുസ്തകങ്ങൾ വായിക്കുക എന്നുള്ളതാണ്. എനിക്ക് പുസ്തക വായന ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നത്. അതുപോലെ നിങ്ങളുടെ ഹോബി എന്താണോ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. എത്ര തിരക്കുണ്ടെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ സമയം കണ്ടെത്തുമല്ലോ. ഇതുപോലെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.